സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തോട് ശുഹദാക്കളായി ഇവിടെ പറഞ്ഞു പോയ മഹാന്മാർ, അവരുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ചെറുപ്പക്കാരെ നേറ്റു നമുക്ക് ദുആയിരുന്ന പിരിയ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വന്നജാത്തു യൗമുൽ ഹശർ, പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ, ഓ എന്റെ പ്രിയപ്പെട്ട അനുയായികളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവിടെ വിജയം കൈവരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വല്ലില്ല യൗമൽ ഹശർ, ആരും സഹായിക്കാനില്ലാത്തൊരു ചാണമീതയോ മൈരുമീതയോ സൂര്യൻ ഉദിക്കുന്ന സമയം, ഒരു തണലും ഒരേയും തരാത്തൊരു റോബോട്ടും സംവിധാനവും ഇല്ലാത്ത ലോകം, ആ റബ്ബിന്റെ പാരത്രിക ലോകത്ത് മോനെ തണല് വേണോ, രക്ഷ വേണോ, സമാധാനം വേണോ? വഴിവെച്ച് പോകുന്നതിൽ നിന്ന് സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു. ഫഅദീമു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനോത്തിനെ ധാരാളം അധികരിപ്പിച്ചോ. അത് കേൾക്കുന്ന ഉമ്മമാരെ, ഏത് ടെൻഷനുണ്ടോ, ഏത് പ്രയാസമുണ്ടോ, ഏത് ബുദ്ധിമുട്ടുണ്ടോ, നമ്മളെ വീടുകളിൽ ഖുർആൻ ഓതുന്ന വീടുകളായാൽ, അള്ളാഹനെ സ്മരിക്കുന്ന വീടുകളായാൽ, അള്ളാഹന്റെ കലാമാകുന്ന ഖുർആൻ ഓതുന്ന വീടായാൽ, ഐഷ സുഅദാ, വിജയം കൈവരിച്ച മഹാന്മാരെ ജീവിതം കിട്ടാൻ, വമൗത ശുഹദാ, അള്ളാഹന്റെ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ശുഹദാക്കളുടെ മരണം കിട്ടാൻ, വന്നജാത്തു യൗമൽ ഖിയാമ, ആഖിറത്തിൽ വിജയം കൈവരിക്കാൻ, തണലില്ലാത്ത ലോകത്തെ തണല് കിട്ടാൻ ജീവിതത്തിൽ ഖുർആനോത്തിനെ അധികരിപ്പിച്ചോ. ഫഇന്നഹു കലാമുൽ ഖുർആൻ, ആ ഖുർആൻ ഉണ്ടല്ലോ, അത് ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ ഏറ്റവും ഉന്നതമായ കലാമാണ്. എല്ലാ ശൈത്വാനിൽ നിന്നും സംരക്ഷണം വേണോ? അത് കേൾക്കുന്ന മുസ്ലിമേ, ഖുർആനോത്തിനെ അധികരിപ്പിച്ചോ. ഫിൽ മീസാൻ, അല്ലാഹുവിന്റെ കോടതി ഉണ്ടല്ലോ. ഇന്ന അലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അവരെ മടക്കി വിളിക്കുന്നത് നമ്മളിലേക്കാണ്. ആ റബ്ബിലേക്ക് വിളിച്ചിട്ട് എന്താണ് പരിപാടി എന്നാ ഖുർആൻ പറഞ്ഞത്. തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഓരോ മൈക്രോ സെക്കൻഡുകളും, ഓരോ പ്രവർത്തനങ്ങളും, ഓരോ മൈക്രോ ചിന്താഗതികളും ലോകത്തിന്റെ മുഴുവനും അധിപനായ അറിവുകളുടെ എല്ലാറ്റിന്റെയും നിദാനമായ അല്ലാഹ്, ആ റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയാണെന്ന് ഖുർആൻ. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഏതാണ് ആ വിചാരണ എന്നറിയോ? കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത വിചാരണ, കള്ളസാക്ഷി പറയാൻ കഴിയാത്ത വിചാരണ, ന്യായങ്ങൾ പറഞ്ഞു രക്ഷപ്പെടാൻ കഴിയാത്ത കോടതി, എല്ലാം അറിയുന്ന റബ്ബിന്റെ മുന്നിലുള്ള വിചാരണയുണ്ടല്ലോ. നിന്റെ ഞരമ്പുകളുടെ ചലനങ്ങളെ കുറിച്ച് പോലും ഡോക്ടർമാരെക്കാൾ അറിയുന്ന റബ്ബാണല്ലോ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്. ആ റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയില്ലേ? എന്താണ് വിചാരണ എന്നറിയോ? എന്റെയും നിന്റെയും നന്മതിന്മകൾ അളക്കുന്ന ലോകം. ആ ലോകത്ത് മീസാനിന് തൂക്കം വേണോ? നന്മകൾ കൊണ്ട് രക്ഷപ്പെടണോ? അള്ളാന്റെ ഖുർആൻ പറയാണ്, അള്ളാന്റെ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. തുമ്മ ഇന്ന അലൈനാ ഹിസാബഹു,
പിന്നെ നമ്മൾ അവരെ വിചാരണ ചെയ്യും. ആ വിചാരണ കോടതിയിൽ രക്ഷ കിട്ടാൻ അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറുജ്ഹാനു ഫിൽ മീസാൻ, മീസാനിലെ ഭാരം വേണോ? നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി അള്ളാഹ് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് നബിതങ്ങളെ മുഅ്ജിസത്ത്, ഖുർആനാകുന്ന മുഅ്ജിസത്ത്. ഫഅദിമു ഖിറാഅത്തുൽ ഖുർആൻ. അത് കേൾക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, അത് കേൾക്കുന്ന ഉപ്പമാരെ, കൂട്ടുകാരായ ചെറുപ്പക്കാരെ, റിയലുകൾ എത്ര നമ്മൾ നോക്കി തീർത്തിട്ടുണ്ട്, ഏതെല്ലാം വീഡിയോകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്, ഏതെല്ലാം ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഏതെല്ലാം അതേ സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, ഏതെല്ലാം പത്രങ്ങൾ നമ്മൾ വായിച്ചു തീർക്കുന്നുണ്ട്. അള്ളാന്റെ കലാമായ ഖുർആൻ അതെത്ര അധികരിപ്പിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ അധികരിപ്പിച്ചോ. ഒരു നിലക്കും രക്ഷപ്പെടാത്ത ലോകത്തെ രക്ഷ നേടാൻ എനിക്കും നിനക്കും രക്ഷ തരാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ വാർഷികമാണല്ലോ പരിശുദ്ധമായ റമളാൻ. അല്ലാഹ് നന്മകൾ കൊണ്ടും ഖൈറുകൾ കൊണ്ടും നിറഞ്ഞു സ്വീകരിക്കാനും യാത്രയേക്കാനും ഒരുപാട് റമളാനുകളിൽ നീ ഇനിയും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് റജബിന് ശഅബാനിനെ സ്വീകരിക്കാനും ബറക്കത്തുള്ളതാക്കിയിട്ട് യാത്രയേക്കാനും ഒരുപാട് ആയുസ്സും ദീർഘായുസ്സും ആഫിയത്തും നീ ഓശാരം നൽകണേ അല്ലാ. അതിന് കാരണമാകുന്ന മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെയും ഞങ്ങളുടെ സർവ്വ മജ്ലിസുകളെയും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി